നിങ്ങൾക്കൊരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് മാത്രം ദൂരമൊന്നും നിങ്ങൾക്ക് ഓടാനില്ല. ഒരു ദിവസം 10-20 കിലോമീറ്റർ മാത്രമേ ഓടാനുള്ളൂ. 50-100 കിലോമീറ്റർ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് കാർ വാങ്ങുന്നില്ല എന്ന ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം വീടുകളിലും കാറുണ്ട്. ശ്രദ്ധിക്കണം, വീടുകളുടെ പോർച്ചിൽ കാറുണ്ട്. ആ വീട്ടിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഡെയിലി പുറത്തു പോകുന്നവരൊക്കെ തന്നെ ബൈക്ക് എടുത്തോ അല്ലെങ്കിൽ ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ ആയിരിക്കും പോകുന്നത്. കാരണം എന്താണ്? പെട്രോളിൻ്റെ വില കൂടുതലാണ്. ഡെയിലി കാർ എടുത്താൽ വലിയൊരു തുക എല്ലാ മാസവും പെട്രോൾ എക്സ്പെൻസായി നമ്മൾ മുടക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി. നിങ്ങളുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടെന്ന് വെക്കുക. ഒരു ഇലക്ട്രിക് കാർ ഓടാൻ വേണ്ടിയിട്ട് കിലോമീറ്ററിന് 1 രൂപയൊക്കെയാണ് പറയുന്നത്. ഇനി 1 രൂപ നമുക്ക് കൂട്ടാം. ഒരു മാസം 1500 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ, അതായത് ഒരു ദിവസം 50 കിലോമീറ്ററും ഓടുന്ന ഒരാൾ, അങ്ങനെ ഒരാളാണെങ്കിൽ അയാൾക്ക് 1500 രൂപയുടെ ചിലവാണ് ഇലക്ട്രിക് കാർ ആണെങ്കിൽ ഒരു മാസം വരുന്നത്. അതേ സ്ഥാനത്ത് പെട്രോൾ കാർ ആണെങ്കിൽ ഏകദേശം 5000-6000 രൂപ പെട്രോൾ എക്സ്പെൻസ് മാത്രമായി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓടാനുള്ള ദൂരം അത് 10 കിലോമീറ്റർ ആയാലും 50 കിലോമീറ്റർ ആയാലും 100 കിലോമീറ്റർ ആയാലും നിങ്ങൾ ഇലക്ട്രിക് കാറാണ് കയ്യിലുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അതെടുത്തേ പുറത്ത് പോകും. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രിക് കാർ വാങ്ങി, നിങ്ങൾ എന്തായാലും കാർ ഓടിക്കും. അത് ഓടിക്കാൻ നിങ്ങളുടെ മൈൻഡിൽ 2 തോട്ടുണ്ടാവും. ഒന്ന്, എന്തായാലും ഇത്രയും പൈസ കൊടുത്ത് വാങ്ങി, ഈ കൊടുത്ത് വാങ്ങിയ ഈ വണ്ടിക്ക് ഇനി റീസെയിൽ വാല്യൂ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇലക്ട്രിക് കാറുകൾക്ക് റീസെയിൽ വാല്യൂ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിച്ച് മുതലാക്കാം എന്നുള്ളതാണ് ഒരു തോട്ട്. രണ്ടാമത്തെ തോട്ട്, പെട്രോൾ കാർ അത്രയും കാലം വീട്ടിൽ വെച്ചു, ഞാൻ ബൈക്കിനും ബസ്സിനും ഒക്കെ കഷ്ടപ്പെട്ടു പോയി, എന്നാൽ പിന്നെ ഇനി വളരെ റണ്ണിങ് കോസ്റ്റ് കുറവാണ്, 1 രൂപ ഒരു കിലോമീറ്റർ വരുന്നുള്ളൂ, അത്രയല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാനെന്തിന് ഈ കാറ് പോർച്ചിലിടുന്നത് എന്നൊരു ചിന്ത സ്വാഭാവികമായും നമ്മുടെ മൈൻഡിൽ വരികയും നമ്മൾ ഡെയിലി കാർ എടുത്ത് പോവുകയും ചെയ്യും. ജോലിക്ക് മാത്രമല്ല, ചിലപ്പോൾ തൊട്ടടുത്ത മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ വരെ കാർ എടുത്ത് പോകും. അങ്ങനെ പോകുന്നൊരു ഫ്രണ്ട് എനിക്കുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഐഡിയ എനിക്ക് വന്നത് പോലും. അതുകൊണ്ട് ഇലക്ട്രിക് കാർ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. കാരണം നിങ്ങൾ ആ കാർ ഓടിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 50-100 കിലോമീറ്റർ ഓടണ്ട, ദിവസം 10 കിലോമീറ്റർ ഓടാനുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ആ കാർ എടുത്ത് ഓടിക്കും. ഷുവറാണ്.